ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +1 യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീനിവാസൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നമ്മുടെ ഓരോ യൂണിറ്റിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ, വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ മുഖവരികളൊന്നുമില്ലാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചാപ്റ്റർ പാഥേയമാണ്. അതിൽ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്. സുഭാഷിതങ്ങളാണല്ലോ ആ ചാപ്റ്ററിൽ. അപ്പം അതിൽ സാഹിത്യ സംഗീതാദി വിഹീനാനാം ജനാനാം ഗതിഹിക, സാഹിത്യ സംഗീതങ്ങളൊന്നുമില്ലാത്ത ആൾക്കാരുടെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നാ പറയുന്നത്. സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാത് പശുപുച്ഛ വിഷാണഹീന തൃണന്നഘാതന്നപി ജീവമാനഃ തത് ഭാഗധേയം പരമം പശൂനാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? സാഹിത്യം, സംഗീതം, കല ഇതൊന്നുമില്ലാത്ത ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. അതിന് അന്വയം, അതിൻ്റെ ഭാവാർത്ഥമൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സാഹിത്യ സംഗീതാദികളിൽ താല്പര്യമില്ലാത്ത ജനങ്ങൾ കൊമ്പും വാലുമില്ലാത്ത നാൽക്കാലികളെ പോലെയാണെന്നർത്ഥം. അവർ പുല്ല് തിന്നാത്തത് മറ്റ് ജന്തുക്കളുടെ ഭാഗ്യം തന്നെ. അരസികരായ ജനങ്ങൾ മൃഗങ്ങളെ പോലെയാണ് എന്ന് ആശയം. ഇതിൽ സാക്ഷാത് പശു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ പശു എന്നല്ല അർത്ഥം. പശു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മൃഗം അല്ലെങ്കിൽ മൃഗങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം ഖലസജ്ജനാനാം മൈത്രി കീദൃശി, ഖലന്മാരുടെയും സജ്ജനങ്ങളും തമ്മിലുള്ള, സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ, ഖലന്മാർ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ആൾക്കാർ, ഇവരുടെ തമ്മിലുള്ള അല്ലെങ്കിൽ ഇവരോട് കൂടിയുള്ള സൗഹൃദം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. ആരംഭകുർവീ ക്ഷൈണീക്രമേണ ലഘ്വീ പുരാ വൃദ്ധിമതീച്ച പശ്ചാത് ദിനസ്യ പൂർവാർദ്ധ പരാർത്ഥ ഭിന്ന ഛായൈവ മൈത്രി ഖല സജ്ജനാനാം. എന്താണ്? ഖലന്മാരുമായും സജ്ജനങ്ങളുമായിട്ടുള്ള മൈത്രി എത്തരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ദുർജനങ്ങളുടെ മൈത്രി ദിവസത്തിലെ പൂർവാർദ്ധത്തിലെ നിഴല് പോലെ ആരംഭത്തിൽ വലുതും ക്രമേണ ക്ഷയിക്കുന്നതുമായി ആകുന്നു. അതായത് നമ്മൾ സൂര്യ വെളിച്ചത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ നേരത്തെ നമ്മൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിഴൽ ഒരുപാട് ദൂരെയായിരിക്കും. ഉച്ചയാകും തോറും അത് അടുത്തടുത്ത് വരും. ഉച്ചയ്ക്ക് ശേഷം അതെന്താണ് പിന്നെയും നീണ്ടു പോകും. അതാണ് പറയുന്നത് ദുർജനങ്ങളുടെ മൈത്രി ദിവസത്തിലെ പൂർവാർദ്ധം, അതായത് ഫോർനൂണിലെ പോലെയാണ്. എന്നാൽ സജ്ജനങ്ങളുടെ മൈത്രി ദിവസത്തിലെ ഉത്തരാർദ്ധത്തിലെ, അതായത് ആഫ്റ്റർനൂണിലെ നിഴൽ പോലെയാണ്. ആദ്യം സ്വല്പവും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന ആശയം. അപ്പോൾ ഇതാണ് ഖലന്മാരുടെയും സജ്ജനങ്ങളുടെയും തമ്മിലുള്ള മൈത്രി. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ശ്ലോകം ധീരസ്യ സ്വഭാവ കീദൃശഃ ഭവതി, ധീരന്മാരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നിന്ദന്തു നീതി നിപുണാഃ യദിവാ സ്തുവന്തു ലക്ഷ്മീഃ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത് പഥഃ പ്രവിജിലന്തി പദം ന ധീരാഃ. ധീരന്മാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നീതിശാസ്ത്ര പണ്ഡിതന്മാർ പ്രശംസിക്കട്ടെ അല്ലെങ്കിൽ നിന്ദിക്കട്ടെ, നീതിശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. സമൃദ്ധി ഇഷ്ടം പോലെ വരട്ടെ അല്ലെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ. സമൃദ്ധി, ഐശ്വര്യം, ധനം, സമ്പത്ത് വരട്ടെ പോട്ടെ. മരണം ഇന്നു തന്നെയോ വേറൊരു യുഗത്തിലോ ആകട്ടെ, ഇന്ന് മരിക്കുക അല്ലെ കുറേ യുഗങ്ങൾ കഴിഞ്ഞിട്ടോ ആയിക്കട്ടെ മരണം. വിവേകികളായ പുരുഷന്മാർ ന്യായാധിഷ്ഠിതമായ മാർഗത്തിൽ നിന്നും ഒരു പദം പോലും വ്യതിചലിക്കില്ല. സുഖദുഃഖ വിഷയങ്ങളിൽ വിവേകികളായ പുരുഷന്മാർ പർവ്വതം പോലെ അചഞ്ചലരായി നിൽക്കുന്നു എന്ന് ആശയം. അപ്പം അതാണ് ആ ശ്ലോകത്തിൻ്റെ ആശയം. അടുത്ത ശ്ലോകം നോക്കാം. പരോപകാരിണാം സ്വഭാവ കീദൃശഃ ഭവന്തി ഇത് ചിന്തയാമഹ. പരോപകാരികളായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഭവന്തി നമ്രാസ്തരവഃ ഫലാഗമൈർ നവാംബുഭിർ ഭൂരി വിളംബിനോ ഘനാഃ അനുദ്ധതാഃ സത്പുരുഷാഃ സമൃദ്ധിഭിഃ സ്വഭാവ ഏവൈഷ പരോപകാരിണാം. പരോപകാരികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. വൃക്ഷങ്ങൾ ധാരാളം പഴങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുനിഞ്ഞതായി ഭവിക്കുന്നു. അതായത് വൃക്ഷത്തിൽ പഴങ്ങൾ വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം എന്താണ്, ഇങ്ങനെ താഴും അല്ലേ. മേഘങ്ങൾ പുതുജലത്താൽ താഴേക്ക് പതിക്കുന്നവരാകുന്നു. മേഘങ്ങൾ എന്താണ്, പുതിയ വെള്ളം വരുന്ന സമയത്ത് മേഘങ്ങൾ അവിടെ താഴേക്കാണ് വരുന്നത് അല്ലേ. അതേപോലെ കാർമേഘങ്ങൾ നമ്മുടെ മഴയില്ലാത്ത സമയത്തുള്ള വെള്ളപ്പഞ്ഞി മേഘങ്ങളെ പോലെ ഒരുപാട് ഹൈറ്റിലായിരിക്കില്ല, കാർമേഘങ്ങൾ താഴെയായിരിക്കും. ഇപ്രകാരം സജ്ജനങ്ങൾ അഭിവൃദ്ധിയിൽ അഹങ്കാരമില്ലാത്തവരാകുന്നു. ഇതാണ് പരോപകാരികളുടെ സ്വഭാവം. സജ്ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അഹങ്കാരവും ഒരിക്കലും ഉണ്ടാവില്ല എന്നർത്ഥം. അടുത്ത ശ്ലോകം അധമ മധ്യമ ഉത്തമാനാം സ്വഭാവ വിശേഷാഃ കെ. അധമന്മാരുടെയും മധ്യമന്മാരുടെയും ഉത്തമന്മാരുടെയും സ്വഭാവം എങ്ങനെയാണ്. പ്രാരഭ്യതേന ഖലു വിഘ്നഭയേന നീചൈഃ പ്രാരഭ്യ വിഘ്നവിഹിതാഃ വിരമന്തി മധ്യാഃ വിഘ്നൈഃ പുനഃപുനരവി പ്രതിഹന്യമാനാഃ പ്രാരബ്ധമുത്തമജനാഃ ന പരിത്യജന്തി എന്നാണ്. എങ്ങനെയാണ്? വിഘ്നമുണ്ടാകുമെന്ന് ഭയന്ന് അധമന്മാർ ഒരു കാര്യവും ആരംഭിക്കുന്നില്ല. മധ്യമന്മാരാകട്ടെ കാര്യം ആരംഭിച്ച് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്മാറുന്നു. ശ്രേഷ്ഠരായ ജനങ്ങൾ വീണ്ടും വീണ്ടും തടസ്സങ്ങൾ നേരിട്ടാലും ആരംഭിച്ച കാര്യം ഉപേക്ഷിക്കുന്നില്ല.
ഇപ്രകാരം ജനങ്ങളെ അധമ മധ്യമ ഉത്തമ ഭേദത്തോടു കൂടി 3 തിരിച്ചിരിക്കുന്നു എന്ന് ആശയം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ചാപ്റ്റർ, അതായത് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ. ഇനി 2ാമത്തെ ചാപ്റ്റർ എന്താണ്? കർമ്മണൈവഹി സംസിദ്ധിഹി എന്നാണ്. ഇത് നമ്മുടെ വാത്മീകിയുടെ പാഠമാണ്. വാത്മീകി രത്നാകരനായിരുന്ന ആൾ വാത്മീകിയായിട്ട് മാറിയത് എങ്ങനെ എന്നുള്ള കഥ പറയുന്ന പാഠമാണ്. നമുക്ക് വേഗം നോക്കാം. തിഷ്ഠത തത്രൈവ തിഷ്ഠത ഭവതീയം സർവം പ്രയച്ഛത. നിൽക്കൂ, അവിടെ നിൽക്കൂ, നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാം തരൂ. നോചേത് പ്രാണാൻ ഹരിഷ്യാമ്യഹം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാണൻ എടുക്കും. കാരണമധ്യാത് കർണകഠോരം ഗർജനം ശ്രുത്വാ സപ്തർഷയഃ ചകിതാഹ അഭവൻ. കാട്ടിൻ്റെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള കർണകഠോരമായിട്ടുള്ള ചെവികൾക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയുക, ഭയങ്കര കഠോരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് സപ്തഋഷിമാർ ഒന്ന് പേടിച്ചു. ചടിതി തീക്ഷ്ണം രക്തപങ്കിലം ഖഡ്ഗം പ്രസാര്യ ഭയങ്കര കശ്ചന നിഷാദ തേഷാം പുരതഃ ആപതത്. അപ്പം എന്താണ്, പെട്ടെന്ന് തന്നെ ഒരു വലിയ വാളെടുത്തിട്ട് ഭയങ്കരമായിട്ടുള്ള രക്തപങ്കിലമായ രക്തക്കറ പുരണ്ട ഒരു വാളെടുത്തിട്ട് ഒരു നിഷാദൻ, ക്രൂരനായ നിഷാദൻ അവരുടെ മുന്നിൽ, കാട്ടലിന് അവരുടെ മുന്നിലേക്ക് വന്നു. സർവമപി പ്രയച്ഛത സഹ ഉച്ചൈരാക്രോശയത്, എല്ലാം തരൂ എന്നയാൾ ഉറക്കെ പറഞ്ഞു. തേഷു അന്യതമഹ മഹാൻ യോഗി വസിഷ്ഠസ്തമഭൃച്ഛത്. അപ്പോൾ ആ സപ്തർഷിമാരിൽ മഹായോഗിയായിട്ടുള്ള വസിഷ്ഠർ അദ്ദേഹത്തോട് അയാളോട് പറഞ്ഞു, അയ്യ വച്ച കസ്ത്വം, അല്ലയോ വച്ച നീ ആരാണ്? കേവലം കമണ്ഡലൂർ വൽക്കലശ്ച അസ്മാകം ധനം. വെറും കമണ്ഡലവും വൽക്കലവും മാത്രമേ ഉള്ളൂ. കമണ്ഡലം എന്ന് പറഞ്ഞാൽ മരപുരി, അവർ ധരിക്കുന്ന വസ്ത്രം മരത്തിൻ്റെ തോലാണ്. അതും കമണ്ഡലു, അവർ തീർത്ഥം കൊണ്ടുപോകുന്ന ആ പാത്രം മരത്തിൻ്റെ, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തേന തവക്കിം പ്രയോജനം, അതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? കമണ്ഡലുശ്ചേത് കമണ്ഡലഹു ദാതവ്യം തത്, കമണ്ഡലു എങ്കിൽ കമണ്ഡലു, അത് തരാൻ പറഞ്ഞു. നിഷാദ സക്രോധം അവതത്, നിഷാദൻ ക്രോധത്തോടു കൂടി തന്നെ പറഞ്ഞു. തഥാപി മുനേഹ വത്സ ഇത് സംബോധനേന തസ്യ ഹൃദയം അഭൂതപൂർവം കാമപ്യനുഭൂതിം അലഭത. പക്ഷേ മുനി വത്സ എന്ന് വിളിച്ചപ്പോൾ ഇത്രയും കാലം അത്തരത്തിലുള്ളൊരു വിളി ആൾ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ അയാളുടെ ഹൃദയം എന്തായി, എന്താ പറയുക, ഹൃദയത്തിലൊരു സോഫ്റ്റ്നെസ് വന്നു എന്നർത്ഥം. രത്നാകരോ നാമ നിഷാദോഹം, രത്നാകരൻ എന്നാണ് എൻ്റെ പേര്. പഥികാനാം ധനാനി അവശ്യഞ്ചിത് പ്രാണാൻ ചാപഹൃത്യ കുടുംബം പോഷയാമി. പഥികാനം പോകുന്ന വഴിയുള്ള യാത്രക്കാരുടെ ധനവും വേണമെങ്കിൽ പ്രാണനും അപഹരിച്ചിട്ടാണ് ഞാൻ പോവുക, അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. സഹാപ്രത്യവത, അയാൾ തിരിച്ച് മറുപടി പറഞ്ഞു. ഏവം വാ, അങ്ങനെയാണോ? പതിധർമ്മ ഏവ കുടുംബപാലനം, കുടുംബത്തിൻ്റെ പരിപാലനമാണ് പതിയുടെ ധർമ്മം. കിന്തു പഥികാനാം ധന പ്രാണാപഹരണം കിം ന പാപായ. പക്ഷേ പോകുന്ന ആൾക്കാരുടെ ധനം പ്രാണൻ ഒക്കെ നീ എടുക്കുന്നുണ്ടല്ലോ, അത് പാപമല്ലേ എന്ന് ചോദിച്ചു. അസി പാപസ്യ തവ കളത്രപുത്രാദേഹ ഫലഭാജാഹ കിം. നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് നിന്റെ ഭാര്യയും മക്കളുമൊക്കെ അതിൻ്റെ എന്താണ് ഫലഭാക്കുകളാവുമോ എന്ന് മുന്നിൽ ചോദിച്ചു. തതഹം ന ജാനെ, എനിക്കറിയില്ല. ഇത് നിഷാദനെ ഉക്തെ എന്ന് നിഷാദം പറഞ്ഞപ്പോൾ ഏവം ചെയ്ത് താൻ പൃഷ്ഠാവഗച്ഛതു, ഇപ്പോൾ ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. താവത് കാലം അത്രേവ തിഷ്ഠാമഹ ഇത് മുനിരവത്, അത്രയും കാലം ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. എന്താണ്, അത് വീട്ടിൽ പോയി സ്വേന കൃതസ്യ കർമ്മണ ഫലം സ്വേനൈവ ഭോക്തവ്യം നേതരേഹി. അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകയേ വരൂ എന്ന് ഭാര്യ പറഞ്ഞു. ഇതി ഭാര്യാദീനാം പ്രതിവചനം നിശമ്യ നിഷാദ നിതരാം ഖിന്നോ അഭവത് എന്ന് ഭാര്യ മക്കളൊക്കെ പറഞ്ഞപ്പോൾ ആ പ്രതിവചനം കേട്ടിട്ട് എന്താണ്, അയാൾ ആകെ സങ്കടപ്പെട്ടു നിഷാദൻ. പശ്ചാത്താപ വിവശഃ സഹ പ്രത്യാഗത്യ മുനേഹേ പാദയോഹോ നിപത്യ ക്ഷമാമയാചത. അപ്പം എന്താണ്, പശ്ചാത്താപ മനസ്സോടുകൂടി തിരിച്ചു വന്നിട്ട് അയാൾ മുനിയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. തം രാമനാമ മന്ത്രോച്ചാരണായ സംപ്രേര്യ തേ മുനിയഃ അഗച്ഛൻ. എന്നാണ്, രാമനാമം പറഞ്ഞിട്ട് ആ മുനിമാർ പോയി. അതീതേഷു ബഹുഷു സംവത്സരേഷു തേനൈവ മാർഗേണ പ്രത്യാഗതാഹ തേ മഹർഷയഃ വനമധ്യാത് മധുരമനോഹരം രാമമന്ത്രമാകർണ്യ വിസ്മിതാഹ തസ്തുഹു. അപ്പം എന്താണ്, കുറേ കാലങ്ങൾക്ക് ശേഷം ആ വഴി വന്ന മഹർഷിമാർ തിരിച്ചു വന്ന സമയത്ത് അവിടെ രാമമന്ത്രം കേൾക്കുന്നു. മന്ത്രധ്വനേഹേ പ്രഭാവസ്ഥാനം ഏകം വൽമീകമിതി ജ്ഞാത്വ. മന്ത്രധ്വനിയുടെ പ്രഭാവസ്ഥാനം ഒരു വൽമീകമാണ്, ഒരു ചിതൽപുറ്റാണ് എന്ന് മനസ്സിലായിട്ട് ഋഷയസ്തമഭഞ്ജയൻ, അതിനെ പൊട്ടിച്ചു കളഞ്ഞു. തഥാ അതിതേജസ്വിനം കഞ്ചന മുനിശ്രേഷ്ഠം അപശ്യത്. അപ്പോൾ അതിതേജസ്വിയായിട്ട് ഒരു മുനിശ്രേഷ്ഠനെയാണ് അവർ അവിടെ കണ്ടത്. തഥാ തേ വൽമീകെ ഉത്തിഷ്ഠ സിദ്ധോസി ഇത്യവദൻ. വൽമീകെ എഴുന്നേൽക്കൂ, നീ സിദ്ധനായി എന്നവർ പറഞ്ഞു. നിഷാദത്വാത് ഋഷിത്വം പ്രാപ്തസ്യ തസ്യ പുരതഃ ഋഷയഃ സാഷ്ടാംഗം പ്രണമൻ. നിഷാദത്വത്തിൽ നിന്നും ഋഷിത്വത്തിലേക്ക് വന്ന ആ മഹാമുനിയുടെ മുന്നിൽ മറ്റ് ഋഷിമാരെല്ലാവരും നമസ്കരിച്ചു. അഥ സ വാത്മീകി തമസാ നദ്യാഹ തീരെ ആശ്രമേ വാസം ആരഭത. അങ്ങനെ വാത്മീകി മഹർഷി തമസാ നദിയുടെ തീരത്ത് ആശ്രമത്തിൽ വസിക്കുകയായിരുന്നു. തത്രേകദാ ക്രൗഞ്ചമിഥുനസ്യ പുംസഃ ഹന്താരം നിഷാദം ത്വം ശാശ്വതീ പ്രതിഷ്ഠാം മാഗമഹ ഇതി ശശാപ. അവിടെ എന്താണ്, ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ കൊന്ന നിഷാദൻ്റെ അടുത്ത് നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠയില്ലാതായി പോട്ടെ, നിന്റെ കുടുംബം നശിച്ചു പോട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു.
തതഃ ബ്രഹ്മദേവസ്യ നിർദ്ദേശാനുസാരം രാമായണം രചയാമാസ. അതിനുശേഷം ബ്രഹ്മദേവന്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വാൽമീകി മഹർഷി രാമായണം എഴുതി അർത്ഥം. അങ്ങനെയാണ് കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമ രാമ എന്ന് മനോഹരമായിട്ട് കൂവുന്ന കുയിലാണ്. കവിതയാകുന്ന കൊമ്പിലിരുന്ന് രാമരാമ എന്ന മധുരസ്വരത്താൽ ആലപിക്കുന്ന വാൽമീകിയാകുന്ന കവി കോകിലത്തെ ഞാൻ വന്ദിക്കുന്നു, മധുരാക്ഷരത്തിൽ കാവ്യരചന നടത്തുന്നു എന്നർത്ഥം. ഈ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം ആണ് എന്ത്? പുരതോ ഭ്രമ ലോകചക്ര. നമ്മുടെ സീതാദേവിയുടെ ചിന്താവിഷ്ടിയായ സീത എന്ന ആ പാഠത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ. കുമാരനാശാൻ്റെ അതിൻ്റെ മലയാള പരിഭാഷയാണ്. നമുക്ക് നോക്കാം. ചിന്താവിഷ്ടിയായ സീതയുടെ സീതയാ അനുഭൂതപൂർവാണി നിരന്തര ദുഃഖാനി ഉദ്ദിശ്യ ഏവസാ വദതി. സീത മുന്നേ അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങൾ, ആ ദുഃഖത്തെ ഉദ്ദേശിച്ച് അവിടെ പറയാണ്. വിശാഖ നിശിതാ വിരമ്യതാം ക്ഷതമേയാത് സ്ഥിമിതം മേ മനഃ പുരത്തോ ഭ്രമ ലോകചക്ര പുരത്തോ ഭ്രമ ലോകചക്ര മാം ത്യജ സീതാമിഹ താം ഹതാമഹോ എന്നാണ് പറഞ്ഞത് സീത. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത് എന്ന് നോക്കാം. മതി തീക്ഷ്ണശരങ്ങളെ, ശ്രമം ക്ഷതമേല മരിച്ചാരഞ്ജന്മം കുതികാളുക ഇതൊരു ഇത്രയും മിസ്റ്റേക്ക് ഉണ്ട്. കുതികൊള്ളുക ലോകചക്രമേ ഹതായാം സീതയെങ്ങു തള്ളുക. അതായത് അതിൻ്റെ മലയാള അർത്ഥം കാണിച്ചു തരാം കേട്ടോ. സീത അനുഭവിച്ചു തീർത്ത നിരന്തര ദുഃഖങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു. അല്ലയോ തീക്ഷ്ണങ്ങളായ ശരങ്ങളെ, നിങ്ങൾ തിരിച്ചു പോയാലും ജഡത്തിന് തുല്യമായ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുവാൻ നിങ്ങൾക്കിനിയും സാധിക്കുകയില്ല. അല്ലയോ ലോകചക്രമേ, ഇവിടെ നിന്നും മുന്നിലേക്ക് തിരിഞ്ഞാലും. മരണതുല്യായ സീത എന്നു പേരുള്ള എന്നെ അല്ലയോ ഉപേക്ഷിച്ചാൽ നടത്തും. അതായത് സീത എന്താ പറയുക, അവസാന സമയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയെ കാണിക്കാനാണ് കവി ഇങ്ങനെ പറഞ്ഞത്. കർമ്മഫലാനി സർവാണി അനുഭൂയ പുനഃ ജീവനേന കിമപി പ്രയോജനം നാസ്തി ഇതി വദതി സീത. തൻ്റെ കർമ്മത്തിൻ്റെ ഫലങ്ങൾ മുഴുവൻ സീത അനുഭവിച്ചു കഴിഞ്ഞു. ആ കർമ്മഫലത്തിൻ്റെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? ഒന്നും തന്നെ ഇല്ല അനുഭവിക്കാൻ എന്ന് പറയാണ്. നഹി ദേഹിനി ശോഭനം ഭവേ ചരിതാർത്ഥേ സതി ജീവിതം പുനഃ സുതരാം നടനെ സമാപിതേ സച്ച രംഗാദ് വിരമേത് കുശീലവ. രംഗാദ് വിരമേതാണ്, ഫിലിം മിസ്റ്റേക്കാണ്. രംഗാദ് വിരമേത് കുശീലവ. എങ്ങനെയാണ്, എപ്രകാരമാണോ ഒരു നടൻ തൻ്റെ അഭിനയം കഴിഞ്ഞാൽ രംഗത്തിൽ നിന്നും പോകുന്നത്, അത്തരത്തിലാണെന്നാണ് പറയുന്നത്. ശരീരിണിയായ ഈ സീത കർമ്മഫലങ്ങൾ എല്ലാം അനുഭവിച്ച് ചരിതാർത്ഥിയായിട്ട് വീണ്ടും ജീവിക്കുക എന്നത് ഉചിതമല്ല. അതായത് താൻ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു, ഇനി ഈ ജന്മത്തിൽ നേടേണ്ടതായിട്ടൊന്നുമില്ല എന്നർത്ഥം. തൻ്റെ അഭിനയം നന്നായി പൂർത്തീകരിച്ചതിന് ശേഷം സമർത്ഥനായ ഒരു നടൻ വേദിയിൽ നിന്നും പിന്തിരിയണം, അല്ലെങ്കിൽ വേദിയിൽ നിന്നും പിരിഞ്ഞു പോവുക തന്നെ വേണം എന്നാണ് പറയുന്നത്. സ്വയം പ്രാണാൻ ത്യക്തും ഉദ്യത സീത പ്രഥമം താവത് സ്വപതിഹി കുലദേവതാം സൂര്യം ഉദ്ദേശിച്ച പ്രണവതി. കുലദേവതയായ സൂര്യനെ, അതിലൂടെ ദശരഥനെയും ആണ് ഇവിടെ ഈ ശ്ലോകത്തിൽ നമസ്കരിക്കുന്നത്. ഇയമസ്തു നതിർ മമാന്തിമ ദിനസാമ്രാജ്യപദേ ദിവസ്പതേ കനകാംശു ശരൗഘധാരിണേ ഭവത്തെ ദുഷ്പ്രസഹ പ്രദീപ്തയെ ദുഷ്പ്രസഹ പ്രദീപ്തയെ എന്നാണ്. ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചില അക്ഷരങ്ങൾ ചിലപ്പോൾ ശരിയായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. ഇപ്പം എന്താ അവിടെ പറയുന്നത് നോക്കൂ. അല്ലയോ വിപുലവും പ്രകാശമാനവുമായ സാമ്രാജ്യത്തിൻ്റെ അധിപനെ, സ്വർഗതുല്യമായ രാജ്യത്തിൻ്റെ അധിപനെ, അത്യധികമായ തേജസ്സോടു കൂടിയവനെ, സൂര്യരശ്മികളെ പോലെ വേഗതയാർന്ന ശരക്കൂട്ടങ്ങളോട് കൂടിയവനെ, അങ്ങേക്കയക്കൊണ്ട് എൻ്റെ അന്ത്യപ്രണാമം എന്ന് ഇവിടെ ദശരഥനെ പറ്റി പറയുന്നു. ഇനി സൂര്യനോടാവുമ്പോൾ എങ്ങനെയാണ്? അല്ലയോ സാമ്രാജ്യപദേ, സൂര്യ ആകാശപദേ, അതിശക്തമായ പ്രഭാവത്താൽ ശോഭിക്കുന്നവനെ, സ്വർണമയമായ രശ്മികളുടെ സമൂഹത്തെ ധരിക്കുന്നവനെ, അങ്ങേക്കയക്കൊണ്ട് എൻ്റെ അന്തിമ പ്രണാമം എന്നാണ് സീതാദേവി പറയുന്നത്. അടുത്തത് ചന്ദ്രൻ പ്രണവതി. ചന്ദ്രനെ പ്രണമിക്കുന്നു. ചന്ദ്രനിലൂടെ തൻ്റെ സ്വന്തം അച്ഛനായ വളർത്തച്ഛനായ ജനകനെ പ്രണമിക്കുന്നു. സുസിതാംബര വന്ധ്യ വൃദ്ധഭോ വിസനേ തന്തു മരീചി കൈശിക ലസിതസ്മിത ചാരുചന്ദ്രിക ഭസിതസ്നാഥ മൃഗാംഗ തേ നമ. ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ കുറേ അഭിസംബോധനാ പദങ്ങളാണ് ഇതിൽ വരുന്നത്. ഹേ ശുഭ്രമായ തെളിഞ്ഞ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനെ, വന്ദിക്കപ്പെട്ട യോഗ്യനായിട്ടുള്ള പൂർണ്ണചന്ദ്ര താമരത്തണ്ട് പോലെ മൃദുലമായ കിരണങ്ങളോട് കൂടിയവനെ, വിലാസമായ പുഞ്ചിരിയോട് കൂടിയവനെ, മനോഹരമായ നിലാവിൽ കുളിച്ചവനെ,
മൃഗചിഹ്നത്തോടു കൂടിയവനെ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ സീതാദേവി പറയുന്നത്. ഇനി ജനകനെ പറ്റി പറയുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ചവനെ, മൃണാളസൂത്രം പോലെ മൃദുലമായ കേശത്തോടു കൂടിയവനെ, വിലാസമായ മന്ദഹാസം പൊഴിക്കുന്നവനെ, നിലാവ് പോലെയുള്ള വെളുത്ത ഭസ്മം ധരിച്ചവനെ, മാൻ കൊടി അടയാളമായിട്ടുള്ളവനെ അങ്ങേക്ക് എൻ്റെ നമസ്കാരം എന്നാണ് ഇവിടെ സീതാദേവി ജനകപക്ഷത്തിൽ നിന്നുകൊണ്ട് പറയുന്നത്. അടുത്തത് അത്ര സീത നക്ഷത്രാണാം പ്രണമതി. സീത നക്ഷത്രങ്ങളെ നമിക്കുകയാണ്. നിജഗാഹ പ്രവിചാര്യ ദൂരത്തോ ഗഹനം സന്തസമം വിദാര്യയാഹ സ്വസഹാംസ്യുപദർശയന്തിനഃ ശുഭതാരാഹ ഭവതീർ നമാമി താഹ. ഇവിടെ ശുഭതാരകളെ നമിക്കുന്നതിലൂടെ ഇപ്പോൾ എവിടെയാണുള്ളത്? വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലാണുള്ളത്. ആ ആശ്രമത്തിലെ എന്താ പറയുക, ആശ്രമവാസികളെയും കൂടി നമിക്കുകയാണ്. യാതൊരു ആശ്രമതാരകങ്ങളായ തപസ്വിനികളാണോ സ്വന്തം വാക്കുകളെ ബഹുദൂരം പ്രസരിപ്പിച്ചുകൊണ്ട് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് സ്വന്തം മഹിമയെ പ്രകാശിപ്പിക്കുന്നത് അവരെ ഞാനിതാ നമസ്കരിക്കുന്നു, അവരെ ഈ സീതയായ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് എന്താണ് ഇത് അവിടുത്തെ ആശ്രമവാസികളെ പറ്റി പറയുമ്പോൾ. ഇനി നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ യാതൊരു ശോഭനങ്ങളായ നക്ഷത്രങ്ങളാണോ സ്വന്തം രശ്മികളെ വളരെ ദൂരം പ്രസരിപ്പിച്ച് കൂരിരുട്ടിനെ നശിപ്പിച്ച് സ്വന്തം പ്രഭയെ പ്രദർശിപ്പിക്കുന്നത്, അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ ഞാൻ പ്രണമിക്കുന്നു എന്ന് നക്ഷത്രങ്ങളുടെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. സന്ധ്യാം പ്രണമതി. സന്ധ്യയെ പ്രണമിക്കുകയാണ്. ഇഹ സായമുഷസ്സു ചാദ്വഹം വയമാന ശബലാംശുകാനീയ ഛതതേംബര വേശ്മതോരണം പ്രിയസന്ധ്യേ ഭവതീം നമാമിതാം. പ്രിയസന്ധ്യയെ ഞാൻ എന്താ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള സന്ധ്യയാണ് നോക്കൂ. യാതൊരു സന്ധ്യയാണോ എല്ലാ ദിവസവും സായാഹ്നത്തിലും പ്രഭാതത്തിലും പല നിറത്തിലുള്ള രശ്മികളെ രചിച്ചിട്ട് ആകാശഗൃഹത്തെ തോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നത്, അത്തരത്തിലുള്ള സന്ധ്യയെ പ്രണമിക്കുന്നു. ഇവിടെ സന്ധ്യാദേവിയെ പ്രണമിക്കുന്നതിലൂടെ ആശ്രമാന്തരീക്ഷത്തിൻ്റെ സാമ്യം ദ്യോതിപ്പിക്കുന്നു. മുനിമാരുടെ കാഷായ വസ്ത്രങ്ങൾ ദിവസവും സന്ധ്യാസമയത്തും പ്രഭാതത്തിലും ആശ്രമ പരിസരത്ത് തോരണം എന്നതുപോലെ ആചരിക്കുന്നു എന്നർത്ഥം. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കവി വർണ്ണിച്ചിട്ടുള്ളത് അല്ലേ. മരണാനന്തരം അഭി അസ്മാത് ലോകാത് പൂർണ്ണവിയോഗ ന സംഭവതി ഇത് ചിന്തയതി സീത. മരണത്തിന് ശേഷവും ഈ ലോകത്തു നിന്നും പരിപൂർണമായ ഒരു വിയോഗം സംഭവിക്കുകയില്ല എന്ന് സീത പറയാണ്. അഥവാതി മനോഹരാത് ബഹിർജഗതോ മേ വിരഹോ ന സംഭവേത് അവനൗച്ച തനുർ മനോരഥോ മമ ചൈഷാം സുഷമാസു ലേഷ്യത്തെ. ഇവിടെ എന്താ പറയുന്നത് സീതാദേവി നോക്കാം. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിമനോഹരമായ ഈ ലോകത്ത് നിന്ന് എനിക്ക് വിയോഗം സംഭവിക്കുകയില്ല. എൻ്റെ ശരീരവും ആഗ്രഹങ്ങളുമെല്ലാം ഈ ഭൂമിയിലുള്ള സൗന്ദര്യങ്ങളിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. മരണത്തിന് ശേഷം ജീവികളുടെ ശരീരം പഞ്ചഭൂതങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. അതുകൊണ്ട് മരണത്തിന് ശേഷവും ഈ ലോകത്തു നിന്നും പൂർണ്ണവിയോഗം സംഭവിക്കുകയില്ല എന്ന് ആശയം. ഇനി അവസാനത്തെ ശ്ലോകം സീതാദേവി എന്താണ് തൻ്റെ അമ്മയായ ഭൂമിദേവിയെ പ്രാർത്ഥിക്കുകയാണ്. അവസാനത്തെ ശ്ലോകത്തിൽ പഞ്ചഭൂതാംശഃ തത്തത് ഭൂതേഷു ലീയന്തേ. പഞ്ചഭൂതങ്ങൾ അതത് ഭൂതങ്ങളിൽ ലയിക്കുന്നു എന്നാണ്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നുമാണ്. ആ പഞ്ചഭൂതങ്ങൾ അതത് ശരീരത്തിലേക്ക് ലയിക്കുന്നു എന്നാണ് പറയുന്നത്. ജനയിത്രി വിലോകയാമ്യഹം ഭവതീം മാം ദദധീം സുവത്സലാം നിജമഞ്ജഭുവം സമുജ്വലാം ഉപായാന്തി മനഘേ വസുന്ധരേ എന്ന് പറയാണ്. എന്താ പറയുന്നത് നോക്കൂ. അല്ലയോ വസുക്കളെ ധരിക്കുന്ന പരിശുദ്ധയായ അമ്മേ, ഞാൻ സുവത്സലയും സമുജ്വലയുമായ ഭവതി അമ്മ പുത്രിയെ എന്ന പോലെ എന്നെ ആസ്ഥാന മഞ്ചത്തിലേക്ക് കൊണ്ടുപോകുന്നതായി കാണുന്നു. എൻ്റെ അമ്മ വന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. അതായത് എൻ്റെ ജന്മ ഉദ്ദേശം ഇവിടെ സഫലമായി ഞാൻ വിലയം പ്രാപിക്കുകയാണ് എന്നർത്ഥം. സ്വച്ഛന്ത മൃത്യു വരിക്കുന്ന യോഗിവര്യന്മാരുടെ സമാധി രീതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രാണൻ നഷ്ടപ്പെടുമ്പോൾ ശരീരഘടകങ്ങളായ പഞ്ചഭൂതാംശങ്ങൾ അതത് ഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തു നിന്നും ഒരിക്കലും പൂർണ്ണവിയോഗം സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ഏകകത്തിലെ 3 പാഠങ്ങൾ സമാപിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഏകകങ്ങൾ കാണാം. നമസ്തേ.